ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഡൗട്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് നമ്മുടെ വീഡിയോസ് കാണുക. പിന്നെ കമൻറ്റ് ബോക്സിൽ എനിക്ക് ജോബ് വേണം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നതുണ്ട്. അത് ഫുള്ളായിട്ട് വീഡിയോസ് കാണാണ്ടാണോ എന്താ എന്ന് എനിക്കറിയില്ല. നമ്മൾ വീഡിയോസിൽ എങ്ങനെയാണ് റീസെല്ലിങ്, എന്താണ് റീസെല്ലിങ് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ആ 2 വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആരെയും കുറ്റപ്പെടുത്തില്ല, അറിയാത്തവരാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ജോബ് എനിക്ക് വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് നമ്മൾ ഈ റീസെല്ലിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത്. നമ്മളിതിന് മുന്നേ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടെ ഈ ഒരു വീഡിയോസിൽ എന്താണ് റീസെല്ലിങ്, എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം, നിങ്ങൾക്ക് എന്താണ് ലാഭം, അതുപോലെ തന്നെ എന്താണ് നഷ്ടം, ഇതെങ്ങനെയാണ് ചെയ്യുക, എങ്ങനെ തുടങ്ങും എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഈ റീസെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇതിന് നമുക്ക് യാതൊരു മുതൽ മുടക്കോ അങ്ങനെയുള്ള യാതൊരു ഇതും നമുക്ക് ഇതിന് വരുന്നില്ല. 10 പൈസ ചിലവില്ലാതെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു റീസെല്ലിങ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരുപാട് പണം ഉണ്ടാവണമെന്നില്ല. അതില്ലാത്തവരും ഉണ്ട്, ഉള്ള ആളുകളും ഉണ്ട്. അപ്പോൾ പൈസ ഒട്ടും കയ്യിലില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ റീസെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. കാരണം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ഷോപ്പോ അതുപോലെ തന്നെ ഒരുപാട് പൈസ ഒന്നും നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. പൈസ മുടക്കാതെയും അത് ഷോപ്പ് ഇടാതെയും തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു റീസെല്ലിംഗ് ഗ്രൂപ്പ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അതായത് നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്, അതായത് നൈറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നൈറ്റിയുടെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പ്, കുർത്ത, അങ്ങനെയുള്ള സംഭവങ്ങൾ, സ്ക്രഞ്ചീസ്, ഇതൊക്കെയാണല്ലോ ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് സെയിലായിക്കൊണ്ടിരിക്കുന്നതും ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകളാവും നമ്മൾ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല പെർഫെക്ഷനോട് കൂടിയും അതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പൈസ കുറച്ചെങ്കിലും റീഫണ്ട് ചെയ്തിട്ടും തരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു വിശ്വാസക്കുറവും നിങ്ങൾക്ക് വേണ്ട. അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പലർക്കും പല ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് റേറ്റ് കാര്യങ്ങളൊന്നും ഇടാതിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളോട് റേറ്റ് ചോദിക്കുമ്പോൾ ഈ തിരക്കിൽ നമുക്കതിന് റേറ്റിന് റിപ്ലൈ കൊടുക്കാനും പറ്റണില്ല. അപ്പോൾ ഇനി മുതൽ നമ്മളുടെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ അതിന് വരുന്ന റേറ്റും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റിനേക്കാൾ 10 അല്ലെങ്കിൽ ഒരു 15 കൂടുതൽ ലാഭം എനിക്കും ഈ സംരംഭത്തിൽ നിന്ന് എനിക്കും കിട്ടണില്ല. ഒരു ചെറിയൊരു ലാഭമാണ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെറിയ ലാഭം തന്നെ നിങ്ങളും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഓവർ ലാഭം പ്രതീക്ഷിച്ചാൽ നമ്മൾ എവിടെ എത്തില്ല. അപ്പോൾ ചെറിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ട് അതിനൊരു മാർജിൻ നിങ്ങൾ കൂട്ടിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കുക. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിടുക, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത് എങ്കിൽ അതിനൊരു മാർജിൻ കൂട്ടിയിട്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് പറയാൻ. അങ്ങനെ ഗ്രൂപ്പിലിട്ട പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും അത് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റിനേക്കാൾ ഒരു 10 രൂപ മാർജിൻ കൂട്ടിയിട്ടിട്ട് വേണം നിങ്ങളുടെ കസ്റ്റമറോട് റേറ്റ് പറയാൻ. നമ്മൾ തരുന്ന ഹോൾസെയിൽ റേറ്റിനേക്കാൾ 10 രൂപ കൂട്ടിയിട്ട് വേണം നിങ്ങൾ അവരുടെ അടുത്ത് റേറ്റ് പറയാൻ. ഉദാഹരണത്തിന് അതായത് ഞാൻ തരുന്ന ഒരു ടോപ്പ് ഒരു 300 രൂപ എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് ഒരു 350 രൂപ എന്ന് പറയണം. ഓക്കെ, എൻ്റെ പ്രൊഡക്റ്റ് 300 രൂപയാണെങ്കിൽ നിങ്ങൾക്കതൊരു 350 അല്ലെങ്കിൽ ഒരു 400, 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ കൂട്ടി പറയാം. ആ 50 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും അത് നിങ്ങളുടെ ലാഭമാണ്. കണ്ട, അപ്പം അതുപോലെയാണ് നിങ്ങൾ കൂട്ടിയിട്ട് ചെയ്യേണ്ടത്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതായത് കസ്റ്റമർക്ക് പാക്ക് ചെയ്തിട്ട് അയക്കണ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അവരോട് നമ്മുടെ സാധനത്തിനേക്കാൾ കൂടുതൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാഭം നിങ്ങൾ എടുക്കുക, ബാക്കിയുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചു തരിക. നമ്മൾ ഇവിടുന്ന് അവരുടെ പ്രൊഡക്റ്റ് ഭദ്രമായി നന്നായി പാക്ക് ചെയ്തിട്ട് അവർ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഷിപ്പിംഗ് ചാർജ് എന്തായാലും വരും. അപ്പം അത് നിങ്ങൾ അവരോട് പറയണം. അല്ലാണ്ട് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും 2 പ്രൊഡക്റ്റ് ആണെങ്കിലും ഷിപ്പിംഗ് ഇല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം അത് നിങ്ങൾ പ്രത്യേകം അവരോട് പറഞ്ഞിട്ട് മേടിക്കുകയും ചെയ്യണം. നിങ്ങൾക്കിതിൽ വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വെറും ഒരു ഫ്രീ ടൈമിൽ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. ഇനിയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ആവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളപ്പോൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇതിനോടകം തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് മാസം നല്ലൊരു ഏണിങ്സ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് ഒരുപാട് പേര് ഇപ്പോഴും നല്ല രീതിയിൽ ചെറിയൊരു ഏണിങ്സ് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വേണം, ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ജോയിൻ ആവാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. വെറുതെ നമ്മൾ കുറച്ച് തുണി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ടുകൊണ്ടൊന്നും നമുക്കൊന്നും ആവില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ നല്ല അധ്വാനമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ 100-ൽ 1-2 പേരൊക്കെ ഒരു കളിയാക്കലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ പിന്നീട് ചെയ്യാം. അത് എന്താണ് എങ്ങനെയെന്നുള്ളതൊക്കെ. ഓക്കെ.